പെട്ടെന്നുള്ള മരണത്തിൽ വളരെ വേദന അനുഭവിക്കുന്ന നാടിനും വലിയ ദുഃഖത്തിൻ്റെ ഒരു വിടവ് തീർത്തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ കരുണയുടെ കർത്താവേ, വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ല വരുത്തുവലമ്പാകേ ആകാശവും ഭൂമിയുടേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ സോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാകണമേ. തിരുമണിയെല്ലാം കാണുന്നു. നിരവധിയാമിൻ പാപങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എപ്പോഴും എന്നേക്കും. ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാശനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, അനുഗ്രഹിക്കണമേ. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നതുമായ കർത്താവേ, നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ജീവന്റെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആത്മാക്കളെ പ്രവേശിപ്പിക്കണമേ. നിഗ്മാന്മാരെ വാനമേഖലകളിൽ നീ കൂടിയാക്കിനാകുമ്പോൾ
പിളർത്തിയവരെ സ്വീകരിക്കുന്നു. പരിശുദ്ധന്മാരയയിൽ സ്ഥിരമായി വാണിടും അവരെല്ലാം. അവനിലേക്കുള്ള ഭക്ഷണം പറുദീസായിൽ കനിവീട്ടി വൃക്ഷം മധ്യനുദീ ഗാകുൽത്തായിൽ കനിവീട്ടി വിധാനത്തിന്മേ അവയെല്ലാം നന്മകളാകും പുണ്യതയും സാധുന്നു സകലേശൻ നൽകും ഒരു നിത്യായുസ്സും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രനെയും ജീവനാവത്തോടും മുക്തിയോടും കൂടെ നിന്ന് ഈ ആത്മാവോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ രക്ഷിക്കുകയും അനന്തമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തതിനായി എന്റെ കൽപ്പനയാൽ ഈ പ്രാർത്ഥിക്കുന്നു. അമൂല്യമായ രക്ഷയിൽ രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടന്നു ക്ഷമിക്കണമെന്ന് കൃപയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുവാൻ വേണ്ടി ആധുനിക മരണത്തിൽ സ്വയം കഠിന സ്ഥിതിയായി കരയുന്നവരുടെ കഠിന തുടയ്ക്കുകയും അവരെ പാപങ്ങൾ വെറുക്കുന്നതുമായ മരിച്ചവരുടെ പാപങ്ങൾ വെറുക്കുകയും അവരുടെ കുടുംബാംഗങ്ങളെയും രാത്രിക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ഈ ദിവസം നീതിയുടെ പുണ്യത്തെ അണിയിക്കുമാറാകട്ടെ. വിശുദ്ധരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട വിജ്ഞാനത്തിലേക്ക് ഭൂമിയിലവർ വിരചിച്ചു ും
എല്ലാവരും അടുക്കാൻ പറ്റില്ല. കിടക്ക ഞാൻ നരച്ചു അറിയം ഹൃദയം സരളിതമായി പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ, എന്റെ കർത്താവെ നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ നിറുത്തണമേ. നല്ലവരുത്തു വലം ഭാഗേ ആരാധിച്ചു വണങ്ങുന്നു. അടുതാൽ ഞങ്ങൾക്കുദ്ധാനം രക്ഷയുമയിലും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന ഭയം നീ നൽകണമേ. മൃതനായസ്സും അവരാനന്ദിക്കും കർത്താവേ. നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരെല്ലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദിമുതൽ
തെളിവായെന്നുടെ നാഥാനിൻ തിരുമേനിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായെന്നി വിധിക്കല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ കൈക്കൊള്ളണമേ ഹൃദയം രമമാ. വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ കൈക്കൊള്ളണമേ ഹൃദയം രമമാ. വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായി നിന്റെ പുരുഷന്റെ അടയാളത്തോടും ദേവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാത്ഭുതത്തിനെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രവർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ അവൻ സന്തോഷത്തിലവരാന്തിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവരും നിൽ ചേർക്കണമേ. വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു, കാഹളനാദം കേൾക്കുമ്പോൾ ജീവനുദിക്കുന്നു. പരിശുദ്ധാത്മാവിന് സ്തുതി. ബാബാപുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. തെളിവായെന്നുടെ നാഥാനിൻ തിരുമേനിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായെന്നി വിധിക്കല്ലേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാപുത്രൻ പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഉന്നത പ്രഭരാം നിശിഹാനാഥാം ബ്രദരെല്ലാരും മിന്നി വിളങ്ങും വചനമുണരാൻ വരമരുളേണം. എല്ലാരും പിന്നെ വിളങ്ങും വരമരുളേണം. അന്ത്യമിഴാത്തോരവികരമോദം നുകരാൻ മൃതരെ മഹിമാമുഴുകും മണമറയിങ്കൽ ചേർക്കണമീശോ. എല്ലാരും പിന്നെ വിളങ്ങും വരമരുളേണം. സജീവവും ജീവദായകവുമായ ശുദ്ധതാലാസനയോർഭജകർത്താവേ, അശുദ്ധമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മരണം വരുമൊരു നാളൂടെ പോലും നിൻ ജീവിത ചെയ്തികളും. മരണം വരുമൊരു നാളോർക്കുകമൊരു
സത്യങ്ങൾ ചെയ്യുക നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുതേ. ധരിച്ചവരെ വേർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. എന്തുകൊണ്ടെന്നാൽ ഞാൻ ദുർബലനാകുന്നു. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണം. ധരിച്ചവരെ വേർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, നിന്നിൽ നിന്നു ഞാൻ എവിടെ പോകും? പൂർണ്ണമായി നീ അറിയുന്നു പാപം വലുതാണതുപോലെ കാരുണ്യം നീ കാണിച്ചാൽ നരകണമാകെ നശിക്കും മൂലം നാഥാ നിന്നുടെ മാംസമിനങ്ങൊടു ജന്മം നൽകി മറ്റൊരു നിങ്ങളുടെ രൂപവുമേ മഹിമയിൽ നിന്നു രാജകുമാരി ബലിപീഠത്തിൽ കൂടുതമൈക്കും പ്രാവുകടത്തെ തിരുസഭ നിൽപ്പൂ കൂടുതൽ കുരുതികളിൽ പൂഴിയിലെങ്ങനെ നീങ്ങുന്നു കരയെത്തുമ്പോൾ ധനമില്ലാത്തോ കരയും മറ്റവരാനന്ദേക്കും ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യ ജനമെല്ലാം ഉപവാസമിരുന്നു കരുണാനിധിയാമുലകിന്നാഥൻ സിംഹഗണത്തിൻ വായകൾ പൂട്ടി ഉപവാസത്താൽ മിശിഹാനാഥൻ നരകത്തിൽ കനിവന്മാരുടെ നിരയിൽ കേട്ട നിത്യവിധു ന്യായാധിപനാം മിശിഹാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോ അറുതി വരാത്തോരവികല വാഗ്ദാനം ചെയ്ത പിരിഞ്ഞു പോയിരിക്കുന്ന പ്രിയപ്പെട്ട ഈ സഹോദരൻ ലാച്ചേരിപ്പുറത്തെ ജോയി, നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ട ജോയി ചേട്ടൻ വേർപിരിഞ്ഞത് തികച്ചും ആകസ്മികമായിരുന്നു. അതിൽ എല്ലാവരോടും കൂടി ചേർന്നുകൊണ്ട് ഈ സഹോദരൻ്റെ വേർപാടിൽ ഭാര്യ, കുഞ്ഞുങ്ങൾ, സഹോദരനുമായിട്ടുള്ള എൻ്റെ അനുശോചനം അറിയിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ചേർന്ന ജീവിതം ആണ് നമുക്കെല്ലാമുള്ള കരുണാനിധിയായി കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ യോഗ്യതയുടെ പേരിൽ ദൈവാവേ കരയുന്നവർ തന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ തന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവിൽ നിന്ന് ഞാൻ പ്രവർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തവും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ, നിത്യവിരുന്നിൽ ചേർക്കണമേ. പ്രധാനമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമോ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ഇതിന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യേകമുണരാൻ
വരമരുളേണം. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുള്ളം കാഹളനാദം പൂജിതമല്ലോ. വദനമൊടുണരാൻ വരമരുളേണം. ഞാൻ വിളിക്കുന്നു. പാപങ്ങൾ പുറക്കുന്നവരും കണ്ണുപറഞ്ഞവരുടെ തീരുമാനമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കപടങ്ങളിൽ നിന്ന് ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമായ ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ഞങ്ങളെ ഈ പ്രിയ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, അനുഗ്രഹിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും മഞ്ഞുരണ്ടി വെളിച്ചത്തിൽ ചെണ്ടി പോലൊരു ദേശവുമായി വന്നരികിൽ പോലൊരു മാലാഖ പിന്നെ അത്ഭുതാവകവും നീ എന്നെ വിസ്മരിക്കും. മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ നിന്റെ തിരുനാളെന്റെ ശത്രു എന്റെ മേൽ ഉയർന്നു നിൽക്കും. എന്റെ ദൈവമായ കർത്താവേ, എന്നെ കടാക്ഷിക്കണമേ. എന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യണമേ. മരണനിദ്രയിൽ നിവധിക്കാതെ എന്റെ മിഴികൾ പ്രകാശിപ്പിക്കണമേ. പിതാവിനും പുത്രന്റെയും മരണത്തിന്റെയും മൃതിയാലേ വിജയിച്ചവനെ വാട്ടിയിടാം. ദൈവമേ, ദൈവത്തിൻ തിരുമാതാവേ, കന്യാമേരി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നവനെ നിന്റെ തിരുനാമത്തിൽ സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയുന്നവർ സങ്കടപ്പെടുന്നതിനെ ആശ്രയിക്കുകയും ആകാശഭൂമി നിരതാകുന്നു. ആകാശഭൂമി ഭൂതലവും അഭയം നീ പാടും മൃഗരാമരുടെ പാദങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ മാമോദീസ വഴിയം നിത്യവിരുന്നിൽ ചേർക്കണമേ. അതിനാലും അവശേഷിച്ചില്ല മഴ പെയ്യുമ്പോൾ വയലുകളിൽ പരിശുദ്ധാത്മാവിന് എന്നിൽ കനിയെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുതരകനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കാഹളനാഥം പൂജിതമല്ലോ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രദേശങ്ങളടവടഞ്ഞവരെ മഹിമയോടെ ഏൽപ്പിക്കണമേ. ജീവന്റെ മരണത്തിലെ നാഥനും പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മെസ്സിഹായി നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദേവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മനുഷ്യരക്ഷകരായി കവർന്നുയർക്കുകയും സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വരാജ്യത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനെ സ്വീകരിക്കണമേ. ഞങ്ങളിൽ ഞങ്ങളുടെ സമൂഹത്തിൽ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോൾ എന്നേക്കും. നമുക്ക് സമാധാനം. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷിച്ചാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കാനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്റെ കർത്താവിനെ ഞാൻ പ്രവർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ല വരത്ത് വലം ഭാഗേ ജീവിക്കുന്നവർ അഭയം നീ നവീനിൻ ശോണിതവും ദിവ്യശരീരം ജീവൻ നൽകണം. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗ്രഹിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ വായിച്ചുകളയും ചെയ്യുമാറാകട്ടെ. അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആത്മാവുമായി വിശ്വാസമുടെ ദാസൻ ചെയ്യും പരിപാവനമാ ബലികൾ ഹൃദയം വിനയാന്വിതരായി തവ സന്നിധി ബലിപോ നാഥ വിശ്വാസമോടെ അക്കാലത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. പാപമോചനത്തിന്റെ പക്കൽ നിന്നാകുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എപ്പോഴും എന്നേക്കും. നിന്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. സന്തോഷത്തിൽ അവർ ആനന്ദിക്കും കർത്താവേ. നിൻ സമാധാനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എല്ലാം മാഞ്ഞടിയുന്നു. അസ്ഥിരമല്ല ഭുവനവുമതിലേ പുലിയാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ നിയമമേ, അഭേദ്യമായ നിന്റെ കൽപ്പന അനുസരിച്ച് മരണം വഴി ലോകത്തുനിന്നും വേർപിരിഞ്ഞു പോയ നിന്റെ ഈ ദാസന്റെ ആത്മാവ് ഭവനത്തിലേക്ക് യാത്രയായ ജോയിച്ചേട്ടനും അന്ത്യോദയം അർപ്പിക്കുവാനായിട്ടും അതുപോലെ ജോയിച്ചേട്ടൻ്റെ അവസാനമായ വിശ്വാസ പ്രഘോഷണത്തിന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് കടന്നു പോകുന്ന എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് കടന്നു പോകുന്ന ഇന്ന് സംസ്കാര വേളയിൽ
ഇടവകയാവുന്ന കുടുംബത്തിന്റെ പേരിലും മാക്സിമമായി വേർപാടില് ഇടവകളുടെയും എല്ലാവരുടെയും അനുശോചനം ചോദിച്ചേടിന്റെ എല്ലാ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും നാം അറിയിക്കുകയാണ്. ഈശോടൊപ്പം ഒരു വേർപാട് താങ്ങാനാവാത്തതാണെങ്കിൽ സങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ചന്ദ്രത്തിരി വെഞ്ചരിപ്പ് സുഗന്ധദ്രവ്യങ്ങളെയും പരിമള സസ്യങ്ങളെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദ്രത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരണത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതിയും. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വലിയ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതിയും. പ്രാർത്ഥിച്ചുര. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതിയും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. ജീവിതം പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർത്തുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസന് വരമിന്നരുളയണം. സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മധ്യനു ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങൾ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിന്റെ വാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നേരും.
മർത്യനമർത്യത പുണരുന്നു ക്ഷയമുള്ളോനാക്ഷയനാകും മർത്യതയേവം സകലേശൻ നിലയാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. മഹിമയോടന്തിമ വിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവരൊത്തു വലം പാകെ നൽകണമേ നിത്യായുസിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരി ലേഖനം. എന്റെ സഹോദരി, മനുഷ്യരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കിടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാരായുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തി നിൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി ഓരോടുകൂടെ മേഘങ്ങൾ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവ് ആകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ സ്നേഹിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവരുടെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. എന്റെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരങ്ങളെ, ഈ പ്രിയപ്പെട്ട സഹോദരന്റെ വേർപാടില് ഏറെ ദുഃഖം അനുഭവിക്കുന്ന പ്രിയപ്പെട്ട ചേച്ചി, പ്രിയപ്പെട്ട മക്കളെ, ബന്ധുമിത്രാദികളെ, തന്റെ നിത്യസമാനത്തിനായി സ്വർഗീയ പിതാവിന്റെ പക്കലേക്ക് പോകുന്ന നമുക്കേവർക്കും പ്രിയങ്കരനായ ഈ വന്യപിതാവിന്റെ സ്വർഗത്തിലെ യാത്രയപ്പിന് നമ്മൾ ഒത്തുചേർന്നിരിക്കുകയാണ്. പെട്ടെന്നുള്ള ജോയിച്ചേട്ടന്റെ മരണം ഈ പ്രദേശത്തുള്ളവർക്കും ഈ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കുമൊക്കെ ഏറെ ദുഃഖവും താങ്ങാനാകാത്ത നഷ്ടവുമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തമ്പുരാന്റെ പദ്ധതി ഈശോ സ്നേഹിക്കുന്നവരെ തന്റെ അരികിലേക്ക് പെട്ടെന്ന് കൂട്ടിക്കൊണ്ടു പോകും. ജോയിച്ചേട്ടനെ ഈശോ കൂടുതൽ സ്നേഹിച്ചതുകൊണ്ട് തന്റെ വലതുവശം തിരിക്കുവാനുള്ള വലിയ ഭാഗ്യം നൽകിയിരിക്കുകയാണ്. മാനുഷികമായി നമുക്ക് ചിന്തിക്കുമ്പോൾ മരണം, നമുക്ക് പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരുടെ മരണം നമുക്കേറെ ദുഃഖവും ഏറെ വേദനയും നഷ്ടവും നമുക്ക് പ്രദാനം ചെയ്യുമെങ്കിലും തമ്പുരാന്റെ വചനങ്ങളിൽ വിശ്വസിക്കുന്നവരായ നമ്മള് പൗലോസ്ലീഹ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത് പോലെ മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത് എന്ന്. ഈ കുടുംബത്തിന്റെ നെടുന്തൂണ് നഷ്ടമാവുകയാണ്. എലിസബത്ത് ചേച്ചിക്ക് തന്റെ ജീവിത പങ്കാളി നഷ്ടമാവുമ്പോൾ ഏറെ ദുഃഖമുണ്ട്. ഈ ദുഃഖത്തില് ഈ ഇടവക കുടുംബത്തോടൊപ്പം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും നിങ്ങളുടെ ദുഃഖത്തില് ഇടവക കുടുംബം ഒന്നിച്ച് ചേർന്ന് പങ്കുചേരുകയും പ്രത്യേകമായി നിങ്ങൾക്ക് അനുശോചനം അറിയിക്കുകയുമാണ്. യോഗ്യത്തെ ശ്രമിച്ചിടത്തോളം ഏറെ ശാന്തരായി
എല്ലാവരോടും സ്നേഹത്തോടെ ഇടപെടുന്ന ഒരു വലിയ വ്യക്തിത്വത്തെയാണ് ഏതാണ്ട് 5 വർഷങ്ങള് ഞാൻ ഈ ഇടവകയിലായിരുന്നപ്പോൾ എനിക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ആർക്കും ഒരു ദ്രോഹം വരുത്താതെ, ആരെയും വാക്കുകൊണ്ട് വേദനിപ്പിക്കാതെ, എല്ലാവരോടും സ്നേഹത്തോടെ ഇടപെടുവാനും ഏറെ സഭയോട് പ്രതിബദ്ധതയുള്ള ഒരു വലിയ വ്യക്തിത്വമായിരുന്നു ജോയിച്ചേട്ടൻ. കൊട്ടവടി ഇടവകയില് കൈക്കാരനായിട്ട് സേവനം ചെയ്ത് തന്റെ ജോലി തിരക്കിനിടയിലും വ്യാപാരി വ്യവസായ വ്യാപാര സമിതിയുടെ പ്രസിഡന്റ് എന്ന നിലയില് സ്ഥാപനങ്ങളില് അതിന് നേതൃത്വ നിലയിൽ നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ട് പോകുമ്പോഴും ഈ നാടിനൊക്കെ ഏറെ നന്മകൾ ചെയ്ത ഒരു വലിയ വ്യക്തിത്വമാണ്. ഒത്തിരിയേറെ സാമൂഹിക സേവന രംഗങ്ങളില് ജോയിച്ചേട്ടൻ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ സംഘടനയുടെ പേരിലും അല്ലാതെയും ഒക്കെ തീർച്ചയായിട്ടും ഈ കുടുംബത്തെ അഭിമാനിക്കാൻ. ഈ ലോകത്ത് ജീവിച്ചപ്പോൾ നല്ലൊരു ജീവിതം കാഴ്ചവെക്കുവാനായിട്ട് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, ഇടവകയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ഈ പ്രദേശത്തിന് വേണ്ടിയൊക്കെ ഏറെ അധ്വാനം ചെയ്ത ഒരു വലിയ മനുഷ്യൻ. ആദ്യകാല കുടിയേറ്റക്കാരിൽ ഒരുവനായി ഈ പ്രദേശത്ത് ഒത്തിരിയേറെ കഷ്ടപ്പെട്ട് കുറെ അധ്വാനങ്ങൾ ജീവിതത്തിലുണ്ടായി. എല്ലാം ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അധ്വാനിച്ചപ്പോൾ ദൈവം അനുഗ്രഹങ്ങൾ ഒത്തിരിയേറെ പ്രദാനം ചെയ്തിട്ടുണ്ട്. നല്ല വിടപൊലിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരുടെയും പ്രിയപ്പെട്ട ദൈവജനത്തിന്റെയും അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കുന്നു. നമുക്ക് ഈ പ്രാർത്ഥനാ ശുശ്രൂഷ ഭക്തിയോടെ പങ്കുചേരാം. ഈ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി, നിശാന്തിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അനന്തമായ സ്നേഹത്തോടെ നിങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ നിങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മനുഷ്യനായി നിന്റെ കൽപ്പനയായി ലോകം വിട്ട് പുറപ്പെടുന്ന ആത്മാവിനെ നിത്യാനന്ദ തുറമുഖത്തിൽ സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാഹുൽത്തായി നിന്റെ അമൂല്യമായ രക്തം നിധി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉദ്ധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായി ഈ ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രവ്യാധി ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗമിക്കുകയും ഇന്നതാക്കി ഞങ്ങളുടെ ഭാവങ്ങൾ മായ്ച്ചുകളയും ചെയ്യട്ടെ. നിന്റെ മകനീയമായ തൃത്വനികൾ ഞങ്ങളെ സഹായിക്കട്ടെ. ഇവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. ആകാശത്തിന് ഭൂമിയിൽ സുസ്ഥനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവുപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനീ, എന്തിനു കരയുന്നു? വ്യാകുലമാനസനായി എന്തിനു നീറുന്നു? തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ
സതതമലട്ടുന്നു. മരണം വരുമൊരു നാളോർക്കുക മത്യാദി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായവിധിയായ കർത്താവേ, ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സംസ്കാരത്തിന്റെ വിലാപയാത്ര നാം ദേവാലയത്തിലേക്ക് പോവുകയാണ്. കുരിശിന്റെ എടുത്തുകൊണ്ട് വഴിയിലേക്ക് ഇറങ്ങുമ്പോഴും വഴിയിലൂടെ സൈഡിൽ ചേർന്ന് വാഹനങ്ങൾക്ക് പോകുവാനിടയിട്ടുകൊണ്ട് ലൈൻ മുന്നോട്ട് നീങ്ങി നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരകരുളിടാൻ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു നിങ്ങളിരിക്കാൻ ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനാൽ പരിപാവനമായ ജനമേ അനുദിനമലിവോ ഓർക്കണമെന്നേ. പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാവും. ഓടുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമോസ്ലേ പ്രാപിപ്പതിനാ. പരമാനന്ദം നുകരുമിടത്തിൽ
ഇവരുണ്ട് ഇതുണ്ട്. ഭവനങ്ങളിലും ദേവാലയത്തിലേക്ക് വന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുകയും ആശ്വസിക്കുകയും ചെയ്ത എല്ലാ ബഹുമാനപ്പെട്ട വൈദികരെയും നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുന്നു. തീർച്ചയായിട്ടും അനുശോചനം വർദ്ധിച്ച് നടച്ച എല്ലാ വ്യാപാരികളെ നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവരെയും ഒറ്റവാക്കിൽ നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുകയും സംസ്കാര തീർത്ഥങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട വികാരിച്ചിനെയും നന്ദിയോടെ ഓർക്കുന്നു. തീർച്ചയായും ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു.
മൃതരാമഖിലർക്കും ജീവനും അതുപോൽ ശരണവും അരുളീനാം. കർത്താവിനെ ഞാൻ നിരന്തരം പ്രകീർത്തിക്കും. ഹൃദയം തന്നെ ഹൃദയുടെ കൈപ്പല്ല ഹൃദയനാഥാ നിന്നെ നമിക്കുന്നു. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറകളും മൃഗരുടനെഴുന്നേൽക്കും. അവന്റെ നാമമാകുന്നു ഹൃദയെ മുറിവോർ പ്രാർത്ഥനയ്ക്കുന്നു. ദുഷ്ടനിടയിൽ ശിഷ്ടനും ഒരുപോലെ നിന്നും ജന്മമെനിക്കേകി നിന്നെ നയിക്കാൻ നൽകണമുത്താനും. നീതിമാന്മാർക്കാലത്തിൽ പ്രകാശമുദിച്ചു മേഘത്തേരിൽ നാഥനെഴുന്നള്ളും മൃതരെ വിളിക്കും. പ്രഭയിൽ കബറിടമൊഴി ചിന്തും അതിലുള്ളവരോ നാഥനു പുകഴ്പാടും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. താതനുമേവം സുതനും റൂഹായ്ക്കും കീർത്തനമെന്നും ക്കുന്നു. ഈശോനാഥാ മരണമുയരും നിൻ കൈകളിലല്ലോ നിന്നെ വിളിക്കുന്നു. സത്യവിശ്വാസത്തോടുകൂടി ഈ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലഘട്ടങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുകയാണ്. ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗ്ഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താൽ തന്റെ മാതാവായി ഗിരികാന്തരീക്ഷന്റെ പ്രാർത്ഥനയാലും മിശിഹ അവരോട് കൂടെ ഈ ആണയം തന്റെ വലത്തുഭാഗത്ത് നിർത്തുമാറാകട്ടെ. കർത്താവേ, വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവിന്റെ ഭയങ്കരമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്റെ ഗുണനാഥനെ ഞങ്ങളെ അവരുടെ വിധേയനാക്കുകയും വീണ്ടും ജയിപ്പിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിൽ ഞങ്ങളുടെ ചിന്തകളെ നിയമത്തോടെയിരിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ദൈവത്തിന്റെ ഭവനമേ എന്നോട് യാത്ര പറയുന്നു. മാമോദീസാവഴിയെ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കൂദാശകളാൽ എന്റെ ആത്മാവിൽ കൃപാവനം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദൈവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ ബാലകരുമായ പുരോഹിതരെ, ദൈവജനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. എന്റെ സ്നേഹമെന്നും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സത്യത്തിലേക്ക് പോകുമ്പോഴും എല്ലാവരും ഭയങ്കര ശ്രദ്ധിച്ചെന്നും അവിടെ സ്ഥലത്ത് നിന്നിട്ട് പ്രാർത്ഥിക്കുകയും മതവിധരാക്കുകയും മരണശേഷം ഉയർപ്പിച്ചക്ഷരാക്കുകയും ചെയ്ത ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. പുലരും ജീവൻ നേടി ഭീകരമൃഗം ചങ്ങലയേവം ഒട്ടിനുറുങ്ങി. എത്ര മനോഹരമാകുന്നു! വിശുദ്ധ മാമോദീസയാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിനും ദിനദൈവത്തിന്റെ രണ്ടാമത്തെ ആഗമനം വരെ
വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പവിത്രമാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കൊണ്ട് നീ എന്നെ തെളിക്കുക, ഞാൻ നിർമ്മലനാശ്വസിപ്പിക്കണമേ. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ നന്മയുള്ളവനാകും. പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. കുരിശ് വഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളധൂപം പോലെ നിന്നെ പ്രസാദിക്കട്ടെ. മാറി ഞാൻ സൈഡിൽ നിന്ന് അങ്ങോട്ടൊന്ന് ഇറങ്ങാനായിട്ട് വഴി കൊടുത്തേ. അവിടെ നിന്ന് നിങ്ങൾ അവിടെ മാറി നിന്നേ. പിള്ളേരെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്നെ വലതുഭാഗം നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കുദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവനെ മരണത്തിനെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവിന് ഞാൻ പ്രവർത്തിക്കും. സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോ മിശിഹ, ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. സർവേശ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവെ, ഞങ്ങൾ ആരാധിക്കുമ്പോൾ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നിറയേറ്റവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമൊടു കല്ലറ വിട്ടെഴുന്നേ നേടുക നാഥന് നിന്നിതു കേൾക്കും. ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എന്റെ പാപങ്ങളിൽ സജീവവും ജീവിതായുധമായ ശബ്ദത്താൽ ലാസ്റ്റിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരുടെ വിശുദ്ധരോടും സമൃദ്ധമായി ഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുമാറാകട്ടെ. അവിടുത്തെ കരുണ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രവർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ല വരുത്തു വലമ്പാകേ അതുതാ ഞങ്ങൾക്കുദ്ധാനം രക്ഷയുമുയരുന്നു. ജീവനുദിക്കുന്നു. പിതാവൻ പുത്രൻ പരിശുദ്ധാത്മാവിൻ സ്തുതി. പുത്രൻ റൂഹായി മൃതനാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രവർത്തിക്കും. മഹിമയുടെ അന്തിമേ നല്ല വരുത്തു വലമ്പാകേ നൽകുന്നു. ജീവിക്കുന്നവർ സന്തോഷത്തോടെ ആനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരാരും അവശേഷിച്ചു
ചില മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരുടെ ജീവൻ ഉദിക്കും. കനിയേണം ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹാ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മാറിക്കേ കുടിക്കേ. പിടിക്കാൻ അറിയാതെ പിടിക്കാം. അവിടെ മൊബൈൽ പോക്കറ്റ് ഉള്ളത് മതി. നിങ്ങൾ എല്ലാവരും കൂടെ ഉറങ്ങി നിൽക്കണേ. ഒക്കെ ഇറങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങൾ അത് കയറിക്കേ. രാജു സർ രാജു പിടിക്കാൻ അറിയാൻ ഒത്തിരി ആൾക്കാർ കൂടുമ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റാത്ത അവിടെ വെച്ചു ചുരുങ്ങ വരട്ടെ ആ കളിക്കും അതില്ല